വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി മാറിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്പൂണോ ഫോക്കോ അല്ലാണ്ടെങ്കിൽ മാഷറോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ബ്രെഡ് സ്ലൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയും അതുപോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങും അതിൻ്റെയൊക്കെ പറ്റിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടാണ് ഉള്ളത്. ഈ ഒരു രീതിക്ക് തന്നെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുള ആദ്യം ഈ ഒരു സ്ലറിയിൽ നല്ല പോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇത് ഡബിൾ കോട്ടിംഗ് ആയിട്ടും ചെയ്തെടുക്കാം. 2 പ്രാവശ്യം ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള കവറിങ് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ കോട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പുറമേ പെട്ടെന്ന് കളറൊക്കെ മാറും, ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.